ഹലോ, എല്ലാവർക്കും ഹാപ്പി ഓണം. നമ്മുടെ പൂക്കളം ഒന്ന് കണ്ടിട്ട് വന്നാലോ? ഉത്രാടത്തിൻ്റെ അന്ന് രാത്രി തുടങ്ങിയിട്ട പൂക്കളം അവസാനിച്ചത് തിരുവോണത്തിൻ്റെ അന്ന് രാവിലെ ആയിരുന്നു കേട്ടോ. രാത്രി തന്നെ ഒരു സൈഡിൽ നിന്ന് ഞാൻ പടം വരച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മനസ്സിൽ ഉദ്ദേശിച്ചത് കൃഷ്ണനായിരുന്നു കേട്ടോ. കൃഷ്ണനെ വരയ്ക്കണം എന്നായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ശിവനെയായിരുന്നു വരച്ചിട്ടുണ്ടായിരുന്നത് പൂക്കളത്തിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇപ്രാവശ്യത്തെ ആഗ്രഹം ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ്. ആദ്യത്തെ പ്രാവശ്യം നമ്മൾ ഗണപതിനെ വരച്ചു, രണ്ടാമത്തെ പ്രാവശ്യം ശിവനെ വരച്ചു. ഇപ്രാവശ്യം എനിക്ക് കൃഷ്ണനെ വരയ്ക്കണം എന്നായിരുന്നു കേട്ടോ ആഗ്രഹം. അപ്പോൾ എനിക്ക് പറ്റുന്നത് പോലെ ഞാൻ വരച്ചിട്ടുണ്ടായിരുന്നു. ചോക്ക് കൊണ്ട് വരച്ചെടുക്കാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ പൂക്കൾ ഇട്ടിട്ട് ആ ഒരു മുഖത്തിൻ്റെ ഷേപ്പ് കിട്ടാനായിട്ട് നമ്മൾ കുറച്ചധികം തന്നെ സമയം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനിടയിൽ ശ്യാമ് ഒരു സൈഡിലിരുന്ന് പൂവ് അരിയുന്നുണ്ടായിരുന്നു കേട്ടോ. ഒരു 1:45 വരെയൊക്കെ നമ്മൾ ഈ പൂക്കളത്തുമ്പോൾ പിടിച്ചിരുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ എഴുന്നേറ്റ് പോകുന്ന സമയത്ത് ബാക്കിയത്തെ ശ്യാമും ചെയ്യാനായിട്ട് ഇരുന്നുണ്ടായിരുന്നു. പൂസ് ഇതൊന്നും അറിയാതെ നല്ല ഉറക്കാണ്. ഒരു 4 മണിക്ക് കിടന്നിട്ട് പിന്നെ ഓണം കൊള്ളണ സമയമായപ്പോഴാണ് അവൻ എഴുന്നേറ്റത്. പിന്നെ ഞാൻ അതിനിടയിൽ ഓണം കൊള്ളാനുള്ള പരിപാടികൾ നോക്കുന്നുണ്ട്. പൂക്കളത്തിൻ്റെ പണി അവിടെ നിർത്തി വെച്ചിട്ട് ഓണം കൊള്ളാനായിട്ട് നോക്കിയിട്ട്, കാരണം ഇത് കംപ്ലീറ്റ് ആവുന്നുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ബാക്കിയത്തെ പണികൾ തിരുവോണത്തിൻ്റെ ഇന്ന് രാവിലെയാണ് കേട്ടോ അത് കംപ്ലീറ്റ് ആക്കിയത്. കാരണം അത്ര അധികം ഇടാനുണ്ടായിരുന്നു. നമ്മുടെ പൂക്കളം കണ്ടപ്പോൾ ആരും മോശം പറഞ്ഞില്ല കേട്ടോ, കണ്ണൻ്റെ അനുഗ്രഹം. അപ്പോൾ നമ്മുടെ പൂക്കളം ഒന്ന് കണ്ടിട്ട് വന്നാലോ? അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.